എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് സന്തോഷം തന്നെയാണ്. അത് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റിയാൽ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ ഇത് ഒരു ചെറിയ ചേനയാണ്. ഇതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ തണ്ടിന് കുറേ നീളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഭാഗം മുറിച്ച് ഞാൻ ഉപ്പേരിക്കായിട്ട് മാറ്റി വെച്ചു. ചേന ഉപയോഗിച്ച് സ്വാദിഷ്ടമായ പല കറികളും നമ്മൾ ഉണ്ടാക്കുന്നതാണ്. സാമ്പാർ, അവിയൽ, എരിശ്ശേരി, മെഴുക്ക് പുരട്ടി, കാളന്, അതുപോലെ ചിപ്സ്, ഇതിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ചേന. പക്ഷേ ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. വൈറ്റമിൻ്റെയും പോഷക ഘടകങ്ങളുടെയും കലവറ തന്നെയാണ് ചേന. പല രോഗങ്ങൾക്കും ചേന ഉത്തമമാണെന്നാണ് പറയുന്നത്. ഈസ്ട്രജൻ തുടങ്ങിയ ഘടകങ്ങളും ചേനയിൽ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക്, സിലീനിയം, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ ഘടകങ്ങൾ ചേനയിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരീരത്തിലെ ഹോർമോണിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനും ചേന വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും എനിക്ക് ചേന നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പിന്നെ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിലും കൃഷി ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇതിനിറങ്ങിയത്. ചിലർക്ക് ചേന ചെത്തുമ്പോഴൊക്കെ കൈ ചൊറിയാറുണ്ട്. അതിന് കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ചെയ്താൽ മതി, അപ്പോൾ ചൊറിയാതിരിക്കും. മണ്ണ് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായില്ല. എനിക്ക് പിന്നെ ചേന അലർജിയൊന്നുമല്ല, കൈയൊന്നും ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല. പക്ഷേ ചില ആൾക്കാർക്ക് ചേന കഴിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് കരികരിപ്പും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഇത് കൈകാര്യം ചെയ്തത്. ചേനയുടെ ഏറ്റവും ടേസ്റ്റുള്ള ഭാഗം അതിൻ്റെ ആ തണ്ട് വരുന്ന ആ ഭാഗമാണ്. അത് നല്ല നല്ല ഉറപ്പൊക്കെ ഉണ്ടായിരിക്കും. അതിന് കഴിക്കുവാനും നല്ല സ്വാദിഷ്ടമാണ് ആ ഭാഗം. ഇതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞു ചേന അതിനോട് ചേർന്നുണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ അടർത്തിയെടുത്ത് ചെത്തിയെടുത്തു. അത് കാണാൻ തന്നെ നല്ല ക്യൂട്ടായിരുന്നു. ഈ ചെറിയ ചേനയും അതിനോട് ചേർന്ന വിത്തുകളൊക്കെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നമ്മുടെ ആരോഗ്യത്തിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ചേന വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ദഹനത്തിനും വയറിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ചേന. ഇത് കുറച്ചുകൂടെ പാകമാകാനുണ്ടായിരുന്നു. ഒരു മൂപ്പ് കുറവ് പോലെ തോന്നിയായിരുന്നു. എന്നാലും നമ്മൾ നട്ടതാകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാനതെല്ലാം ചെത്തി നന്നാക്കി വെച്ചു. ഇനി അത് കഴുകി വരണം. ചിലരാണെങ്കിൽ അതിങ്ങനെ പുഴുങ്ങാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കുറേ നാളികേരം ചിരകിയിട്ട് പാത്രത്തിൻ്റെ അടിയിലിട്ട് അതിൻ്റെ മുകളിൽ ചേന അടുക്കി വെച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുന്നവരുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയല്ല വേവിക്കാൻ പോകുന്നത്. ചെറിയ പീസാക്കുകയാണ് പിന്നെ പെട്ടെന്ന് വേവാനും ഒക്കെ നല്ലത്. അപ്പം ഞാനതെല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ തടിയിലൊക്കെ കുറച്ച് മണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ വെച്ച് ചേന അറുത്ത് കഴിയുമ്പോഴത്തേനും ചേനയുടെ ഉള്ളിലേക്ക് ആ മണ്ണൊക്കെ ആകിയല്ലേ, അപ്പോൾ കല്ലൊക്കെ കടിക്കും. അതുകൊണ്ട് ഞാനത് പലക ഒന്നുകൂടെ കഴുകിക്കൊണ്ട് വന്നു. അപ്പോൾ ചിലതൊക്കെ അങ്ങനെ കിട്ടാനൊക്കെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാലും ഞാനങ്ങനെ ചീകിയൊക്കെ എടുത്തു. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാനങ്ങനെ എൻ്റെ ഇത് പറിച്ചെടുത്തതിൻ്റെ സന്തോഷത്തിലും അങ്ങനെയൊക്കെ ഈ വർഷം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെറുതെല്ലാം ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി അങ്ങനെയാണ് ഇടുന്നത്. പിന്നെ ആ തണ്ടോട് ചേർന്ന ഭാഗം എല്ലാ പീസിലും കിട്ടുന്നത് പോലെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. കറിക്കായിട്ടൊക്കെ കുറച്ച് ഭാഗം മാറ്റി വയ്ക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഞാനങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ അത് തികയാതെ പോയാലോ, ചിലപ്പോൾ അത് അധികമാകും. എന്തായാലും അത് ഫുള്ള് എടുക്കാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ പുരട്ടിയിട്ട് പൊരിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത്.
അത്ര വെള്ളമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചേന ഇങ്ങനെ എന്താ പറയുക, എയർ സർക്കുലേഷൻ ഇല്ലാതെ അടുക്കി വെച്ചാൽ ആവി കയറാതെ വരും. അപ്പം ഞാൻ ഒന്നിൻ്റെ മുകളിൽ ഇങ്ങനെ അടുക്കാതെ എന്താ പറയുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ നല്ല പൊടിഞ്ഞ് നല്ല എന്താ പറയുക, വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മുളക് ചമ്മന്തി ചിലർ എന്താ പറയുക, മുളകും ഉള്ളിയൊക്കെ കൂടെ ഉപ്പും കൂടെയൊക്കെ ചാലിച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചിലർ കഴിക്കും. ചിലർ ഇറച്ചി മാംസത്തിൻ്റെ കൂട്ടത്തിൽ, മാംസക്കറിയുടെ കൂട്ടത്തിൽ കഴിക്കും. ഞാൻ അങ്ങനെയൊന്നും അല്ല കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ അടുപ്പത്ത് വെച്ച്, 5 അല്ല ഒരു 10 മിനിറ്റൊക്കെ അടുപ്പത്ത് വെച്ചപ്പോഴത്തേനും ചേന വെന്ത് വന്നു. ഇതാണ് വെന്ത പരുവം. അപ്പോൾ നന്നായിട്ട് എന്താ പറയുക, നല്ലപോലെ പൊടിഞ്ഞ് തന്നെ വെന്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ടാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ കഴിച്ചവർ ഉണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാമായിരിക്കും. ഇല്ലാത്തവരങ്ങനെ ചെയ്യാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്.